CPM അവർ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് കാണിക്കുന്ന ആ ചുണയുണ്ടല്ലോ, വീരവാശി, അതൊന്നും ഇത്തവണ തിരുവനന്തപുരത്ത് കണ്ടില്ലെന്നേ. അതുകൊണ്ടല്ലയോ 49 സീറ്റ് വാങ്ങിച്ചുകൊണ്ട് BJP അധികാരത്തിൽ വന്നത്. ഈ ഒരു കളി ചില മണ്ഡലങ്ങളിൽ BJP പറയുന്ന ചില നിയോജക മണ്ഡലങ്ങളിലൊന്ന് നടത്തി കൊടുത്താൽ മതി. 5-6 സീറ്റ് മതി അവർക്ക്, തൽക്കാലത്തേക്ക് അത് മതി. അപ്പോ ബാക്കി മണ്ഡലങ്ങളിൽ BJP വോട്ട് കൊണ്ട് ജയിക്കാം. അതാണ് തന്ത്രം. ആ തന്ത്രം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള കളികളാണ് ഇപ്പോഴും പകൽ വെളിച്ചത്തില് എല്ലാവരും കാണുക ഒരു മലർന്ന സ്വപ്നമായിട്ട് നിൽക്കുന്നത്. കേരളത്തിൽ നമ്മൾ ധാരാളം വർഗീയ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. അതിലൊന്നായിരുന്നു PDPയുടെ അബ്ദുൽ നാസർ മദനി. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ തീ പിടിപ്പിക്കുന്നതായിരുന്നു. അതുപോലെ വേറെയും പലരും പ്രസംഗിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവരെയും നല്ല ഓർമ്മയുണ്ട്. അക്കാര്യത്തിൽ വേറെ സംശയങ്ങളൊന്നുമില്ല. ഇപ്പൊ ഏറ്റവും അവസാനം ആ രംഗത്ത് ഏറ്റവും പ്രശോഭിച്ചു കാണുന്നത് നമ്മുടെ വെള്ളാപ്പള്ളി നടേശനാണ്. ചിലരൊക്കെ പറയുന്ന അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടാല് പച്ചവെള്ളത്തിന് പോലും തീ പിടിക്കുമെന്ന. ശരിയായിരിക്കാം, അദ്ദേഹത്തിന് അങ്ങനെ ഒരു ശൈലിയൊക്കെ ഉണ്ട്. ആരെക്കുറിച്ചും, പ്രത്യേകിച്ച് ഏതൊരു വിഭാഗത്തിൽപ്പെടുന്നവരെ കുറിച്ച് അവരെ വർഗീയമായിട്ട് ആക്ഷേപിക്കാൻ, അവരെ അധിക്ഷേപിക്കുന്നതിനൊന്നും അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല. പക്ഷെ ഇവരെയൊക്കെ മറികടക്കുന്നതായിരുന്നു നമ്മുടെ AK ബാലന്റെ പെർഫോമൻസ് എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അദ്ദേഹം ഒരു വലിയ പ്രസ്താവനയാണ് നടത്തിയത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF കാണും അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ജമായത്തെ ഇസ്ലാമിക്കായിരിക്കും എന്ന ഒരു വലിയ കണ്ടുപിടുത്തമാണ് അദ്ദേഹം നടത്തിയതും